വായോ വായോ ഓടി വായോ, ഇത്ര ധൃതി പിടിച്ച് എങ്ങോട്ടും പോകേണ്ട, ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ടൊരു തിരുവോണ ദിനത്തിൽ അല്ലെങ്കിൽ അവിട്ട ദിനത്തിൽ അല്ലെങ്കിൽ ചതയം ദിനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിനത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇതിന് വേണ്ടി നമ്മൾ കരുതി വെക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ ബ്രെഡാണ് കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് വഴിയേ കാണാം. ഒരു വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ് എടുക്കുക, അത് ചെറുതായിട്ട് കട്ടിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്ന ഉരുളക്കിഴങ്ങ് നമ്മൾ അരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇനി നമുക്കിവിടെ വരുന്ന 8 ബ്രെഡാണ്. അത് മിക്സിയുടെ ചെറിയ ജാറിനകത്തോ വലിയ ജാറിനോ ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഞാനിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം. 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കി അരിഞ്ഞത്, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള. ഇതെല്ലാം കൂടെ നമ്മൾ ഈ ഒരു ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ, അതിൽ 5 ബ്രെഡിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ശകല ഉപ്പ്, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയല്ല കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ആക്കിയെടുക്കുക. ഇതേപോലെ കിട്ടും. ഇതിനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലോ അതുപോലെ തന്നെ കോല് പോലത്തെ ഷേപ്പിലോ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാൻ പറ്റും. നല്ല ഫ്ലെക്സിബിളായ രീതിയിലാണ് കേട്ടോ. നമ്മൾ ഏത് വഴിക്ക് അതിനെ കൊണ്ടുപോകുന്ന ആ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നാലും വളഞ്ഞു മുളഞ്ഞു എന്ന് വരും, അങ്ങനൊന്നും വരത്തില്ല കേട്ടോ. എന്നിട്ട് വേണമെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ വെച്ചേക്കുന്ന ആ 3 ബ്രെഡില്ലേ, അതിൻ്റെ പൊടിയില്ലേ, അതിലേക്ക് ഒന്ന് മുക്കിയെടുക്കുക മാത്രമാണ്. നമ്മൾ മുട്ടയിലൊന്നും ഇരണ്ട, അല്ലാതെ തന്നെ ആ ഷേപ്പ് ആക്കിയിട്ട് അതിലേക്കൊന്ന് മുക്കിയെടുക്കുക, പൊടിയിലേക്കൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നല്ല തിളച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഓരോന്ന് ഇട്ട് കൊടുക്കുക. അതിന് നല്ല ചൂടായിരിക്കണം എണ്ണയ്ക്ക്. ആ സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും അങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇതിന് റെസിപ്പി ഞാൻ എന്തും ഇടും തിരുവോണം സ്പെഷ്യൽ ബ്രെഡ് കൊല്ലുന്നായാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ലാതെയും കഴിക്കാൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടൊമാറ്റോ സോസ് ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവോണം സ്പെഷ്യൽ അല്ലെങ്കിൽ അവിട്ട സ്പെഷ്യൽ, നമ്മുടെ സ്പെഷ്യൽ, എൻ്റെ സ്പെഷ്യൽ ബ്രെഡ് കോലെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതേപോലെ കൊള്ളാൻ തോന്നിയാണെങ്കിൽ ഈ ഓണദിനത്തിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.